ഇത് കൂട്ടി മൂന്നാമത്തെ കഥയായി കേട്ടാ. ഒന്ന് പോ ചിത്രേ, അമ്മ ഇത് റെസ്റ്റ് എടുത്തോട്ടെ. ഓ വന്നാ എന്റെ നട്ടലെല്ലാം പൊട്ടിച്ചിട്ടിട്ട് വഴക്ക് കൂടാതെ എന്റെ മക്കളെ. എന്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്നും വഴക്കൂടാതെ നിക്കി. നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ. ഈശോ, ഈ പിള്ളേർ എന്നെ വട്ടാക്കോലെ രണ്ടെണ്ണം കൂടാ. മര്യാദക്ക് നിന്നില്ലെങ്കിൽ അപ്പൂപ്പനെ വിളിച്ച് ഞാൻ ഇപ്പൊ അങ്ങ് പോകും കേട്ടാ. മര്യാദക്ക് നിക്കി. അപ്പൂപ്പനെ വിളിക്കാൻ പോട്ട് മാറങ്ങോട്ട്. ചേടാ, എനിക്ക് എന്നും ഇനി ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പൂപ്പന്റെ അടുത്ത് പോണ്ടേ എനിക്ക്? ആ ശരി ശരി. എന്റെ പൊന്നു മക്കളെ, നിങ്ങളൊന്ന് ചുമ്മാതിരുന്നാണ്. വരുന്നുണ്ടെന്ന് പറഞ്ഞാ? അപ്പൊ എന്റെ കുട്ടി കൊണ്ടുവേണ്ടി വരണതായിരിക്കും. ആ ശരി മക്കളെ. എന്റെ അച്ഛൻ പറമ്പ് വീടൊന്നും വിട്ടിട്ട് ഒരിടത്തും പോയി നിക്കത്തില്ല. വലിയ കഷ്ടം. ഞാൻ പറഞ്ഞോളാം അച്ഛന്റെ അടുത്ത്. അടിസീതേ, നീ പ്രസവത്തിന് ഇവിടെ കാണോ അല്ലെ അങ്ങ് നീ വരോ? ഒന്നും തീരുമാനിച്ചില്ല അമ്മേ. പിള്ളേർക്ക് പഠിത്തങ്ങളൊക്കെ ഉള്ളതല്ലേ. അമ്മേ അമ്മേ അമ്മയുടെ പ്രസവം നമുക്ക് അമ്മമ്മയുടെ വീട്ടിൽ പോയി നിൽക്കാം അമ്മേ. അപ്പൊ ഒന്ന് പഠിക്കണ്ടല്ലോ മക്കൾക്ക്. എന്തോ അമ്മേ, അവിടെ നിന്ന് പോകാൻ എളുപ്പമുണ്ടല്ലോ. ശരി അമ്മേ. ആ നോക്കട്ടെ, അച്ഛൻ എന്ത് പറയുന്നത് അറിഞ്ഞില്ലല്ലോ. അങ്ങ് വാ സീതേ പ്രസവത്തിന്. നോക്കട്ടെ അമ്മേ. അച്ഛൻ വരുന്നത് എന്തെങ്കിലും കറികൾ വെക്കണോല്ലേ, അങ്ങോട്ടേക്കലോട്ട് പോട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞോട് ഇതിന് സഹായിക്കേ. വേണ്ട അമ്മേ, ഇനി വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അമ്മേ, ഏതായാലും അപ്പൂപ്പ പറഞ്ഞല്ലേ, നമുക്ക് അപ്പൂപ്പന് സർപ്രൈസ് കൊടുത്താലാ? എന്ത് സർപ്രൈസ് ചേച്ചി? നീ എന്റെ കൂടെ നിൽക്കി ഓടിച്ചിട്ടേ. എന്താ സർപ്രൈസ്? എന്താടി മക്കളെ സർപ്രൈസ്? ഒന്ന് പറയാടി. നമുക്ക് അമ്മയുടെ ലുക്ക് ഒന്ന് മാറ്റിയാലാ? ഡൈ ഒക്കെ ചെയ്ത് നനച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചെടുത്താലാടി. അപ്പൊ തിരിച്ചറിയുമെന്ന് അറിയാമല്ലോ. ശരിയാ ചേച്ചി, നല്ല ഐഡിയ. ഓ അതൊന്നും വേണ്ട മക്കളെ. വേണം അമ്മേ. അപ്പൊ അമ്മക്ക് തിരിച്ചറിയുമെന്ന് അറിയാമല്ലോ. ചിത്രേ, നീ അച്ഛന്റെ റൂമിൽ പോയിട്ട് ബാത്റൂമിൽ ഡൈ ഉണ്ട്, എടുത്തുണ്ടാടി. നമുക്ക് അമ്മയുടെ തലയിൽ നടിച്ചു കൊടുക്കാം. ആ ശരി ചേച്ചി, ഇപ്പൊ വരാമേ. ആടി അമ്മയടുത്ത് പറയുന്നത് കേട്ടാ. അമ്മ അച്ഛനെ കാണാൻ അമ്മയൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കാം. പിള്ളേരുടെ ഒരു കാര്യം. ചുമ്മാ ഇല്ല അമ്മേ, നമ്മൾ ചെയ്യുന്നതാ. അമ്മ ഉണ്ടായിരുന്നാ മതി. ശരി ചേച്ചി, ഇത് പൊളിക്കുള്ളൂ. പോയിട്ട് പെട്ടെന്ന് വാ. മക്കളെ, ഈ തയ്യൊക്കെ ചെയ്യണോ? എന്റെ അച്ഛൻ കണ്ട പിന്നെ അത് മതി. ഈശോ, ഈ പിള്ളേരെ എന്തോന്ന് ചെയ്യണോ എന്തോ. അമ്മമ്മ ഇപ്പൊ നോക്കിക്കോ അമ്മമ്മേ. അയ്യോ പതുക്കെ എന്റെ മക്കളെ, ഇനി കണക്ക് 10 വയസ്സൊന്നും അല്ല എനിക്ക്. ഇതാടി മക്കളെ. ഓ ഇനി കുളിക്കണോ? ചേടാ, ഈ പിള്ളേരുടെ ഒരു കാര്യം. അത് എന്റെ തല അങ്ങനെ തന്നെയല്ലേ മക്കളെ. ആ ശരി ശരി. ഈശോ, ഈ പിള്ളേരെന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടണാ എന്തോ. അമ്മേനൊരു പുത്ത സാരി തുടിപ്പിച്ചാലാ? എന്റെ അമ്മോ, അമ്മ തരോ? കാണാതെ എടുക്കാം നമുക്ക്. ആ ശരി. അമ്മമ്മ എടുത്തത് എന്നാലും അമ്മ പിടിച്ചു അടിക്കുന്നില്ലല്ലോ. കുറെ നേരം അമ്മമ്മ പോയിട്ട് കണ്ടില്ലല്ലോ. അമ്മേ അമ്മമ്മേ, എന്തുവാടി പിള്ളേരായിരുന്നു വിളിക്കുന്നേ? ആണോ ചേച്ചി? നമ്മുടെ അമ്മമ്മ തന്നെ ഇത്. എന്തുവാ മക്കളായിരുന്നു വിളിക്കുന്നേ? അമ്മമ്മേ, എന്താ കണ്ണല്ലോടെ നിങ്ങക്ക്? എന്ത് സുന്ദരി അമ്മമ്മേ. മുടിയൊക്കെ കളർ ചെയ്ത് അമ്മമ്മ നല്ല സുന്ദരി കുട്ടിയാണമ്മേ. ആണോ മക്കളെ? പറഞ്ഞില്ലേ അമ്മമ്മ കളർ ചെയ്ത് അമ്മമ്മക്ക് 30 വയസ്സ് മതിക്കത്തുള്ളത്. എന്റെ ഈശോ, എനിക്ക് വയ്യ. എനിക്ക് ഒരു കുറവുണ്ടല്ലോ. അതെ ചേച്ചി, ഈ പഴഞ്ഞ സാരി ഒന്ന് മാറ്റമ്മേ. അമ്മമ്മ വയസ്സായതല്ലേ, ഈ പഴഞ്ഞ സാരിക്ക് അമ്മമ്മയ്ക്കുള്ളൂ. എന്നാലും കൊള്ളാം മക്കളെ, നിങ്ങൾ അച്ഛന്റെ മരുന്ന് അമ്മമ്മയ്ക്ക് ഏറ്റേട്ടാ. ഈശോ, എന്തൊരു തണ്ടുവേദന. ഓ ഇനി അതൊന്നും വേണ്ട. അതൊന്നും വേണ്ട മക്കളെ. ഈ പിള്ളേരുടെ ഒരു കാര്യം.
എങ്ങോട്ടാ? ചേടാ ഈ പിള്ളേരെന്തോന്ന് കാണിച്ചു കൂട്ടണാ എന്തോ. അല്ലേ മക്കളെ, ഈ സാരി ഇങ്ങനെ കൊടുക്കണോ? ഇതാണ് ഹിന്ദിക്കാരിൽ കൊടുക്കണ കായി പോയല്ല. എങ്ങനെയുണ്ട്? സ്റ്റൈൽ എങ്ങനെയുണ്ട്? സ്റ്റൈലൊക്കെ കൊള്ളാം. അമ്മൂമ്മ പ്രായത്തിനനുസരിച്ച് ഡ്രസ്സ് വേണ്ടേ മക്കളെ? അമ്മൂമ്മേടെ മുഖം കണ്ടാലേ ഒരു 30 വയസ്സ് മതിക്കത്തുള്ളൂ. അതിന്റെ സ്റ്റൈലുള്ള ഡ്രസ്സാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. നിന്റെ അച്ഛൻ അപ്പൂപ്പനൊക്കെ കാണുമ്പോ ഇന്ന് എന്തോന്ന് കാവണാ എന്തോ. അമ്മൂമ്മേ അവിടെ ഇരിക്കമ്മേ. ഞാൻ എന്താ മണവാട്ടി വല്ലതും ആണോ? നിങ്ങൾ എന്നെ ഇരുത്താൻ. എല്ലാരും ഒന്ന് കാണട്ടെ. അമ്മൂമ്മ ആരും തിരിച്ചറിഞ്ഞ് നോക്കട്ടെ. ചേച്ചി നമുക്ക് അമ്മയെ വിളിക്കാം. ദീപയെ വിളിച്ചിട്ടാ നമുക്ക് മാറി നിൽക്കാടി. അമ്മമ്മേ നമ്മൾ അമ്മയെ വിളിക്കാൻ പോകണേ. അമ്മയ്ക്ക് ഒരു കാരണവശാലും പിടി കൊടുക്കരുത് കേട്ടോ. അമ്മ തിരിച്ചറിയാൻ നോക്കട്ടെ. വേണം മക്കളെ. ആ ശരി ശരി. ഈശോ എന്റെ നടുവേദന എടുത്ത് വയ്യേ. ഓ അങ്ങനെയൊക്കെ പറയല്ലേ. പടുകളവിയല്ലേ ഇങ്ങനെ പറയണത്. പടുകളവിയല്ലേ? എപ്പോഴും അങ്ങനെ ഓർമ്മിപ്പിക്കല്ലേ. അവിടെ ഇരിക്കമ്മ. അമ്മേ നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കാം കേട്ടോ. അമ്മ ഇപ്പൊ വരും കേട്ടോ. അമ്മേ 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 ഇവിടെ ആരാ വന്നിരിക്കുന്നേ? നമുക്ക് പോവാം. ആരാ മനസ്സിലായില്ല. ഇതാര്? പങ്കിക്കുഞ്ഞമ്മേ. എന്റെ ഈശോ, എന്റെ സ്വന്തം മോക്ക് പോലെ എന്നെ തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. പങ്കിക്കുഞ്ഞമ്മേ എത്ര നാളെ കുഞ്ഞമ്മേ കണ്ടിട്ട്? കുഞ്ഞമ്മേ കുഞ്ഞമ്മേ എന്താ ഒന്നും മിണ്ടാത്തെ? ചേച്ചി അമ്മയ്ക്ക് പോലും മനസ്സിലായിട്ട് ചേട്ടാ. അമ്മ എന്താ പറയുന്നേ? ഏതാ പങ്കിന്നാ പിക്കിന്നൊക്കെ പറയുന്നു. അല്ല ആരാ അമ്മേ ഇത്? അമ്മമ്മേടെ അനിയത്തിയില്ലേ പങ്കി കുഞ്ഞമ്മ? ആ കുഞ്ഞമ്മയായത്. കുഞ്ഞമ്മേ കുഞ്ഞമ്മേ എന്താ ഒന്നും മിണ്ടാത്തെ? സുഖാണോ? എത്ര നാളെ കുഞ്ഞമ്മേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? കുഞ്ഞമ്മേടെ ഒരു മുടി പോലും നരച്ചിട്ടില്ല. അമ്മേടെ മുടി കാണാൻ ഫുള്ള് നരയാ. ആ സുഖാണോ മക്കളെ? അമ്മേടെ അതേ സൗണ്ട്. ചേച്ചി അമ്മയ്ക്ക് അമ്മമ്മയെ തിരിച്ചറിയാനേ പറ്റുന്നില്ല. അതേടി അമ്മേ ഇതായിരുന്നു അമ്മയുടെ വിചാരം. പങ്കി കുഞ്ഞമ്മ പിക്കി കുഞ്ഞമ്മയൊന്നും അല്ല. ഇത് നമ്മുടെ അമ്മമ്മയാ. അമ്മയോ? അതെടി പോത്തെ, നിന്റെ തള്ളയാ ഞാൻ. അപ്പൊ ഈ തലമുടിയൊക്കെ ഈ പിള്ളേരെന്തോന്ന് കൊടുത്ത് തേച്ച് എന്റെ മുടിയെല്ലാം കറപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് അമ്മ നെട്ടണ്ടേ, നമ്മുടെ അമ്മമ്മ തന്നെയാ. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചെങ്ങനെ? അതെ അമ്മേ അച്ഛൻ്റെ അടുത്ത് പറയല്ലേ. അച്ഛന്റെ ഡൈ എടുത്ത് അമ്മമ്മ തല തേച്ചെടുത്ത അമ്മേ. എന്റെ ദൈവമേ, അച്ഛൻ ഇപ്പൊ വരുമല്ലോ. അച്ഛൻ കാണുമ്പോ ഇപ്പൊ എന്തോ തോന്നും. അമ്മേ നമ്മൾ അപ്പൂപ്പന് സർപ്രൈസ് എടുക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെ കാണിച്ചെടുത്തത്. എന്തോ പിള്ളേരെ നിങ്ങൾക്ക് കുഴപ്പം. കണ്ടാ നിങ്ങൾ അമ്മേനെ കുശുമ്പണ്ടാ? കുശുമ്പോ? ഞാൻ ചെറുപ്പായിരിക്കുന്നവർക്ക് കാണുമ്പോ കുശുമ്പല്ലേടി? എന്റെ ഈശ്വരാ, മനുവായിട്ട് ഇപ്പൊ കാണുമ്പോ എന്തോന്ന് പറയോ എന്തോ. അല്ലെങ്കിൽ നിന്റെ മനേന് പണ്ടേ കുശുമ്പാണല്ലോ. അമ്മേ നീ അച്ഛൻ വരുന്നു തോന്നുന്നു. അമ്മേ അച്ഛൻ്റെ പറയില്ലേ അമ്മേ. അച്ഛൻ തിരിച്ചറിയണോ നോക്കട്ടെ അമ്മേ. എന്താ മോളെ? അല്ല ഇതാര്? പങ്കിക്കുഞ്ഞമ്മേ. നിന്റെ കുഞ്ഞമ്മ ഇപ്പൊ വന്നാ? കുഞ്ഞമ്മേ സുഖാണോ? ഇങ്ങോട്ടൊക്കെ കാണാറില്ലല്ലോ നിങ്ങളെ. എന്താണ് നിന്റെ കുഞ്ഞമ്മൊന്നും മിണ്ടത്തില്ലേ? നിന്റെ അമ്മ എവിടെ പോയി? അമ്മ ഇവിടെ ഉണ്ട്. എവിടെ? നിന്റെ അമ്മയെ അനീറ്റ് വന്നിട്ട് ഇവിടെ കാണാനില്ലല്ലോ. കുഞ്ഞമ്മ എന്താ ഒന്നും മിണ്ടാത്തേ? എന്തോന്ന് മിണ്ടായി? എന്തോ ചെടി? മനുഷ്യ ഇതാരാണെന്ന് അറിയാവോ? പിങ്കി കുഞ്ഞമ്മ. പിങ്കി കുഞ്ഞമ്മയും പങ്കി കുഞ്ഞമ്മയൊന്നും അല്ല. പിന്നെ അമ്മയാണ് അമ്മ. അമ്മേ? ആരുടെ അമ്മ? പൊന്നു മനോട്ട് ഇത് എന്റെ അമ്മ. നിന്റെ അമ്മ ഈ കോലത്തിൽ എങ്ങനെയായി? ഡൈ അടിച്ചുണ്ടായി. ഓ ഇനി അതിന്റെ കുറവും കൂടെ ഉള്ളൂ. അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കും. നിന്റെ തള്ളക്ക് വയസ്സായിട്ട് എന്തോന്നിന്റെ കുഴപ്പാ? അതാ ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന്റെ കുശുമ്പ്. ശരി അമ്മമ്മേ, ഞാൻ എന്തോന്ന് ചെയ്യാനാ? ഞാൻ ഇതൊക്കെ വെച്ച് തേച്ചു കൊടുത്തത്? എനിക്കറിയില്ല. കഷ്ടം തന്നെ അമ്മേ. എന്തുവാടാ മനു, നീ ചെറുപ്പായിരിക്കുന്ന നിനക്ക് അസൂയാണല്ലേ? അച്ഛൻ വിളിച്ചിരുന്നു. അച്ഛൻ ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞായിരുന്നു. ഹായ് അപ്പൂപ്പ. അയ്യോ ഞാൻ മീൻ വറുക്കാൻ ഇട്ടിട്ടാ വന്നത്. അമ്മയും കൂടെ ഒന്നൊരു പാത്തെടുത്തോ.